ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ വാങ്ങുമ്പോൾ അത് വെറും പണമിടപാടല്ല. അതിന് പിന്നിൽ അതിഗംഭീരമായ ബിസിനസ് തന്ത്രങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഡിസ്നി എങ്ങനെയാണ് പിക്സറിനെ സ്വന്തമാക്കിയതെന്ന് നിങ്ങൾക്കറിയാമോ? 20,000 കോടി രൂപ. അതെ, 2014 ഫേസ്ബുക്ക് വാട്സപ്പിനെ വാങ്ങിയത് ഏകദേശം $19 ബില്യൺ. ഇത് കേൾക്കുമ്പോൾ എന്തിനാണ് ഒരു കമ്പനി ഇത്രയും വില കൊടുത്ത് മറ്റൊരു കമ്പനിയെ വാങ്ങുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. ഇതിനെയാണ് നമ്മൾ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ M&A എന്ന് പറയുന്നത്. സംഭവം സിമ്പിളാണ്. ഒന്നെങ്കിൽ 2 കമ്പനികൾ ഒന്നാവുന്നു, അല്ലെങ്കിൽ ഒരു കമ്പനി വേറൊരു കമ്പനിയെ വാങ്ങുന്നു. എന്താണ് മെർജർ? 2 കമ്പനികൾ ഒന്നായി ഒരു പുതിയ കമ്പനിയായി മാറുന്നതാണ് മെർജർ. ഉദാഹരണത്തിന്, വോഡഫോണും ഐഡിയയും ഒന്നായപ്പോൾ വോഡഫോൺ ഐഡിയ എന്നൊരു പുതിയ ടെലികോം ജയന്റ് ഉണ്ടായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അതേപോലെ അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി വേറൊരു കമ്പനിയെ വിലയ്ക്ക് വാങ്ങുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫേസ്ബുക്ക് വാട്സപ്പിനെ വാങ്ങിയത്? ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിന് ഗ്ലോബൽ മൊബൈൽ മെസ്സേജിങ്ങിൽ ഒരു വലിയ ഫുട് പ്രിന്റ് ഉണ്ടാക്കാൻ ഇത് സഹായിച്ചു. പക്ഷെ എന്തിനാണ് കമ്പനികൾ ഇത് ചെയ്യുന്നത്? പെട്ടെന്ന് വളരാൻ, പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടാൻ, മാർക്കറ്റിലെ അവരുടെ ഷെയർസ് കൂട്ടാൻ, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കുറയ്ക്കാൻ. ഉദാഹരണത്തിന്, ഡിസ്നി എന്തുകൊണ്ടാണ് പിക്സറിനെ വാങ്ങിയത്? കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു പിടി കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്ന കമ്പനിയാണ് ഡിസ്നി. പക്ഷെ പുതിയ തലമുറയെ ആകർഷിക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടായത് പിക്സറിനായിരുന്നു. പിക്സറിനെ വാങ്ങിയതിലൂടെ ഡിസ്നിക്ക് അവരുടെ മാർക്കറ്റ് പൊസിഷൻ ശക്തമാക്കാനും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്താനും സാധിച്ചു. ഈ M&A പ്രധാനമായും 3 തരത്തിലാണുള്ളത്. നമ്പർ 1, ഹൊറിസോണ്ടൽ മെർജർ. ഒരു ഇൻഡസ്ട്രിയിലെ ഒരേ സ്റ്റേജിലുള്ള 2 കമ്പനികൾ ഒന്നിക്കുമ്പോൾ. ഉദാഹരണത്തിന്, വോഡഫോണും ഐഡിയയും ഒന്നായത് ഒരു ഹൊറിസോണ്ടൽ മെർജർ ആയിരുന്നു. ഡിസ്നിയും പിക്സറും ഒന്നിച്ചത് ആനിമേഷനിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കാനായിരുന്നു. അതും ഒരു ഹൊറിസോണ്ടൽ മെർജർ തന്നെ. നമ്പർ 2, വെർട്ടിക്കൽ മെർജർ. ഇത് സപ്ലൈ ചെയിനിന്റെ വ്യത്യസ്ത സ്റ്റേജുകളിലുള്ള കമ്പനികൾ ഒന്നിക്കുമ്പോഴാണ്. ഉദാഹരണത്തിന്, ആപ്പിളിന് അതിന്റെ ചിപ്പ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയെ വിലയ്ക്ക് വാങ്ങാം. അതുപോലെ eBayക്ക് അവരുടെ പേയ്മെന്റ് ഗേറ്റ്വേ ആയ പേപാലിനെ വാങ്ങാം. ഇങ്ങനെ സപ്ലൈ ചെയിനിൽ ഒരു നിയന്ത്രണം കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നമ്പർ 3, കോൺഗ്ലമറേറ്റ് മെർജർ. ഇത് ശരിക്കും രസമാണ്. തികച്ചും വ്യത്യസ്തമായ ഇൻഡസ്ട്രിയിലുള്ള 2 കമ്പനികൾ ഒന്നിക്കുന്നു. ഉദാഹരണത്തിന്, ആമസോണിന് ഗ്രോസറി രംഗത്തേക്ക് വരാൻ വേണ്ടി ഹോൾ ഫുഡ്സിനെ വാങ്ങിയത്. ആമസോണിന്റെ പ്രധാന ബിസിനസ് ഓൺലൈൻ റീറ്റെയിൽ ആണെങ്കിലും അവർ ഹോൾ ഫുഡ്സിനെ വാങ്ങിയിരുന്നത് വേറൊരു മാർക്കറ്റിലേക്ക് കയറാൻ വേണ്ടിയായിരുന്നു. ഇതാണ് കോൺഗ്ലമറേറ്റ് മെർജർ. അപ്പോൾ CMA സ്റ്റുഡൻസ് ഇതെന്തുകൊണ്ട് പഠിക്കണം? നമ്പർ 1, വാല്യുവേഷൻ. ഒരു കമ്പനിയെ വാങ്ങുമ്പോൾ എത്ര വില കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് വാല്യുവേഷന്റെ അടിസ്ഥാനത്തിലാണ്. നമ്പർ 2, ഗുഡ്വില്ലും കൺസോളിഡേഷനും പോലുള്ള അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ കൃത്യമായി പഠിക്കണം. നമ്പർ 3, ഇതിനൊരു ഫിനാൻഷ്യൽ, സ്ട്രാറ്റജിക്, അക്കൗണ്ടിംഗ് പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇതേപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് സബ്സ്ക്രൈബ് ആൻഡ് ജോയിൻ അവർ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഫോർ മോർ ടിപ്സ് ആൻഡ് ട്രിക്സ്.